ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അഫോർഡബിൾ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാം. അണ്ടർ 500 ബഡ്ജറ്റിൽ മാത്രമാണ് ഞാൻ അന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും വരുന്നത്. സോ ലെറ്റ്സ് ഡു ദ മേക്കപ്പ് ലുക്ക്. ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യാന്നുള്ളത്. ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നല്ല വൃത്തിയുള്ളൊരു ക്യാൻവാസ് എടുത്താലേ അതിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എപ്പോഴും ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്ത് വെക്കാൻ നോക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഡെർമാക്കോൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. 5% നിയാസിനാമൈഡ് മാറ്റിഫൈങ് മോയ്സ്ചറൈസർ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ സ്കിന്നിന് കുറച്ച് സെൻസിറ്റീവ് ആയത് കാരണം ഐ യൂസ് ദിസ് വൺ. ഇത് ഓയിൽ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത്. ആൻഡ് ദിസ് ഇസ് ദി സൺസ്ക്രീൻ ഐ എം യൂസിങ്. ആൻഡ് ഇത് എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ്. ഇതിന് യു ക്യാൻ യൂസ് എ സിറം, എന്തെങ്കിലും ഒരു സിറം, നയസിനമൈഡോ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ വൈറ്റമിൻ സി, അങ്ങനെ എന്തെങ്കിലും ഒരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ 10% നിയാസിനമൈഡ് സിറമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എന്തൊരു ആസിഡ് നിങ്ങളുടെ ഫേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള മോയ്സ്ചറൈസറോ ഫേസ് വാഷോ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വേർഷൻസിലോട്ട് പോകുക. സോ ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്യാൻ ലൈക്ക് സെറം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് അത്യാവശ്യം കാലം യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിറം വാങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, സ്കിൻ പ്രെപ്പ് ചെയ്യാം. We can apply the moisturizer, guys. സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം ആസ് ഐ ഹാവ് സെഡ് ഡെർമറ്റോളജിക്കലി റെക്കമെൻഡഡ് സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈമിനെ പറ്റിയിട്ടുള്ള ഏത് സൺസ്ക്രീൻ, ഇപ്പോൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒക്കെ സൺസ്ക്രീൻ ഉണ്ട്, അതല്ലേ ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഡീകൺസ്ട്രക്റ്റിൻ്റെ. നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും 2 ഫിംഗേഴ്സ് അല്ലെങ്കിൽ 3 ഫിംഗേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് അപ്ലൈ ടു യുവർ സ്കിൻ. നമ്മുടെ സ്മോൾ സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് പ്രൈമർ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. ഇഫ് യു ഹാവ് വൺ, മാസിൻ്റെ പ്രൈമറൊക്കെ നല്ലതാണ്, എൽഫിൻ്റെ പ്രൈമറൊക്കെ നല്ല അടിപൊളി പ്രൈമറാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസ്, അൺഈവൺ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഈവൺ ആക്കാൻ പോവാണ്. വിൽ ടേക്ക് എ കളർ കറക്റ്റർ. സോ ഇഫ് യു ലുക്കിംഗ് ഫോർ എ കളർ കറക്റ്റർ വിച്ച് വർക്ക്സ് അമേസിംഗ്ലി മോർ ദാൻ ദ മണി യു ആർ പേയിങ് ഫോർ ഇറ്റ്, you should go for this Swiss Beauty Day color corrector. This is around I'll give the price here. Swiss Beauty ന്റെ തന്നെ കൺസീലർ ആണ്. ഞാൻ ഷെയ്ഡും പ്രൈസും ഇവിടെ കൊടുക്കാം ഗൈസ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പീച്ച് കളർ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. യു ക്യാൻ സി നന്നായിട്ട് നമ്മുടെ സ്പോട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു എയർ ബ്രഷ് ഫിനിഷ് ഫൗണ്ടേഷനാണ്. ഗോൾഡൻ ബീച്ച് എന്നുള്ള ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഗൈസ്. ഞാൻ അത് വെറുതെ പറയല്ല. ആൻഡ് ഐ എം നോട്ട് പ്രൊമോട്ടിങ് സ്വിസ് ബ്യൂട്ടി ബൈ ദ വേ. എൻ്റെ അധിക പ്രൊഡക്ട്സും സ്വിസ് ബ്യൂട്ടി മാസമായിരിക്കും, കാരണം ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2 ബ്രാൻഡ്സിൻ്റെ അടിയിലായിരിക്കും വരിക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഈ ഓയിലി ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, ദാറ്റ് ഇസ് യുവർ ടീ സോൺസ്, അങ്ങനത്തെ ഏരിയാസിൽ പൗഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് യു ക്യാൻ യൂസ് എ കോമ്പാക്ട് പൗഡർ ഓർ യു ക്യാൻ യൂസ് എ സെറ്റിംഗ് പൗഡർ. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാസിൻ്റെ കോമ്പാക്ട് പൗഡർ ഉണ്ട്, എനിക്കൊന്ന് അറൗണ്ട് 300 സംതിങ് 200 സംതിങ് 300 സംതിങ് റേഞ്ച് വരുന്ന സെറ്റിംഗ് പൗഡർ ഉണ്ട് മാസിൻ്റെ. ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ജസ്റ്റ് കുറച്ചെടുക്കാം. എന്നിട്ട് എന്താ നിങ്ങളുടെ ഓയിൽ ആയിട്ടുള്ള പോർഷൻസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ എ ബ്ലഷ്. ഈ ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്, ഐ ഹാവ് യൂസ് ദാറ്റ്. നല്ല ബ്ലഷാണ്, അപ്പോൾ അത് തീർന്നു പോയി. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് വൺ ഓഫ് യുവർ ലിപ്സ്റ്റിക്സ്. ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ്. Put it in your hands. You can use this thing. ഇതും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ലൈനറാണിത്. ഈ മുകളിലത്തെ സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനുള്ള ലൈക്ക് ഐബ്രോ പൗഡർ പോലത്തെ സംഭവമാണ്. താഴത്തെ സാധനം നിങ്ങൾ തുറക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ ജെൽ ലൈനർ. ഇത് എടുക്കുക, ജസ്റ്റ് ലൈൻ യുവർ ഐ. വി ആർ ഹാഫ് വേ ദർ. ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇത് ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാസിൻ്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാസിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ്, പക്ഷേ ഐ ഷാഡോ പാലറ്റാണ്. ഈ സാധനം വെച്ചിട്ട് ഔട്ടർ കോർണർ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗോൾഡൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. വാവ്നസ്. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ബിവോൺ സംതിങ്. കുറച്ച് നേരം ഫാൻ ഇടട്ടെ ഗൈസ്. ഓക്കെ, ഐ ഹാവ് ലൈൻ ദിസ് സൈസ് കൊണ്ട് സൈഡ് ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം നമ്മുടെ മെലാൽബും എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റ് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലിപ് ലൈനർ എടുക്കുക. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. ഇത് 60 സംതിങ് റുപ്പീസ് ഉള്ളൂ. നല്ല ലിപ് ലൈനറാണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ബർഗണ്ടി. ഷാർപ്പ് ചെയ്ത കാരണമാണ് ഇങ്ങനെ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ ഗ്ലൈഡ് ചെയ്തങ്ങ് പോകും. അയ്യോ, ഞാൻ വരക്കുന്നു. നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഐ മേക്കപ്പ് ചെയ്ത ഇതിൽ someone has commented which ലിപ്സ്റ്റിക് ഷെയ്ഡ് ഐ എം യൂസിങ്. സോ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നൊരു ഷെയ്ഡാണിത്. ഇത് മെബ്ലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ദിറ്റ്സ് ഇൻ ദ ഷെയ്ഡ് സോഫ്റ്റ് വൈൻ. നല്ല ലിപ്സ്റ്റിക്കാണ്. ദിസ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ്, വാട്ടർ പ്രൂഫ്, എല്ലാ പ്രൂഫാണ്. ആൻഡ് ദിസ് ലാസ്റ്റ് ഓൺ യുവർ ലിപ്സ് ലൈക്ക് സോ ലോങ്. ഒരു കാര്യം മറന്നുപോയി, മസ്കാര വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഐ മേക്കപ്പ്. ഇത് മാസിൻ്റെ ഡബിൾ ട്രബിൾ പറഞ്ഞിട്ടുള്ള മസ്കാരയാണ്. ഇത് 2 ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു നിങ്ങളുടെ ഐ ലാഷ് ലെങ്തനിങ്ങിനും പിന്നെ ഒന്ന് തിക്നെസ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു കുഞ്ഞ് പൊട്ടൂടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ ഫൈനൽ ലുക്ക്. എനിക്ക് തോന്നുന്നു അണ്ടർ 500, ആക്ച്വലി അണ്ടർ 400 ആണ്. 400ൻ്റെ ഉള്ളിലാണ് ഓൾമോസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ഈ പ്രൊഡക്ട്സ് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ബൈ.